ഹലോ, അസ്സാം വലൈക്കും. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പറയാൻ വാക്കുകളും തുടങ്ങാൻ എനിക്ക് എങ്ങനെ അറിയേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ അറിയാറുണ്ട്, ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. കറൻലി സിറ്റുവേഷൻസും കാര്യങ്ങളും എന്താണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അങ്ങനത്തെ ഉള്ളവർക്കാണ്. അല്ലാണ്ട് ചിലപ്പോൾ ഇതിന് ഒരുപാട് നെഗറ്റീവുകളുണ്ടാവും. കാരണം ഇത് മുതലെടുക്കാൻ അങ്ങനത്തെ ഒരു ആവശ്യം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഉള്ളത്. എല്ലാവർക്കും അറിയാം, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത്. അങ്ങനെ നമ്മളെ വീട്ടിലത്തെ വിളക്കണഞ്ഞു, അങ്ങനെ തന്നെ പറയാം. എൻ്റെ അമ്മമ്മ മരണപ്പെട്ടു. ഏകദേശം ഇന്നേക്ക് 11 ഇന്നലെ 11 ഇന്ന് 12 അല്ല, ഇന്ന് 11. ശനിയാഴ്ചക്കാണ് 14 വരുന്നത്. അപ്പോൾ അത്രയും ദിവസമായി. പിന്നെ മൗലൂദുകളും കാര്യങ്ങളും ദിക്കറുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ കത്തം തീർത്തിട്ടുണ്ട്, ഒരുപാട് ദിക്കറുകൾ ചെയ്തിട്ടുണ്ട്. എന്ത് എന്നാലും പിന്നെ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മമ്മാക്ക് നല്ലൊരു കാമിലായ മരണം കിട്ടി. കാരണം വേറെ ഒന്നുമല്ല. സാധാരണ രീതിയിൽ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ പേടിയുണ്ടാവും, നല്ലൊരു മരണം കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ എൻ്റെ അമ്മമ്മേൻ്റെ ജീവിതത്തിൽ ഉമ്മമ്മ ചെയ്ത നല്ല കാര്യങ്ങൾക്ക്, ഇവൾ വന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഉമ്മമ്മ നിസ്കരിക്കാനായിട്ടാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ച ചോദ്യമുണ്ട്. കാരണം ഭക്ഷണം മരുന്ന് സ്കിപ്പ് ചെയ്താലും നിസ്കാരം ഒരു നേരത്ത് പോലും ഒഴിവാക്കാത്ത ഒരു ആളായിരുന്നു. പഠിച്ചോന് എന്തായാലും എൻ്റെ അമ്മമ്മക്ക് സ്വർഗം കൊടുക്കട്ടെ, ആമീൻ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്, അതിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറട്ടെ, അവകാശിയായി മാറുന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഈ അവസാന സമയത്ത് ഏകദേശം 90 വയസ്സിൻ്റെ മുകളിലുണ്ട്. ഈ അവസാന സമയത്താണ് ക്യാൻസർ എന്ന വലിയൊരു മഹാമാരി വന്ന് ശരീരം ഒരുപാട് വേദനകൾ, ഇഞ്ചിഞ്ചായി വേദനകൾ സഹിച്ച് നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞത്. മമ്മ ഞായറാഴ്ച, അതായത് ആഗസ്റ്റ് 2 ഞായറാഴ്ച വൈകുന്നേരം 4:15 മരണപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ തന്നെ സിംറ്റംസ് വന്നുകൊണ്ടിരുന്നു. ഒരുപാട് ആളുകൾ വന്നു, മമ്മയുടെ പേരക്കുട്ടികൾ, അല്ലെങ്കിൽ എൻ്റെ മുത്തമ്മ, അതുപോലെ എല്ലാവരും വന്ന് രാവിലെ മുതൽ ഖുർആൻ പാരായണം, ദിക്ർ എല്ലാം തുടങ്ങി വെച്ച് വൈകുന്നേരം മരിക്കും വരെയും മമ്മ ദിക്റും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ വായോണ്ട് അനക്കി ദിക്റുകളും അതുപോലെ യാസീനുകൾ എല്ലാം മമ്മക്ക് കിട്ടി. അതുപോലെ ഫുൾ ടൈം മരിക്കും വരെയും സംസം വെള്ളം കുടിച്ചിട്ടും തൊട്ടെടുത്തിട്ടൊക്കെയാണ് മരണപ്പെട്ടത്. ഒരുപാട് അത് എങ്ങനെ പറയണമെന്നല്ല, അത്രയും നല്ല മരണമാണ് പടച്ചോനെ കൊടുത്തത്. എന്തായാലും പടച്ചോൻ ഖബറിടം വിശാലമാക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ദുആ ചെയ്യുക, അമ്മമാർക്ക് വേണ്ടിയിട്ട് ദിക്റും പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ യാസീൻ ഓതാൻ പറ്റുമെങ്കിൽ അത് ഓതുക, ദിക്റുകൾ ഓതുക. എന്താ ഞാൻ ഇത് വീഡിയോ കൊണ്ട് അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം അമ്മമ്മേൻ്റെ അസുഖം അറിഞ്ഞ് നമ്മൾ ചികിത്സിച്ചു, നമ്മളെ കൊണ്ട് കഴിയുന്നത് വരെ ഞാൻ ചികിത്സിച്ചു. അതിനുശേഷം വീട്ടിൽ നിന്നും നമ്മൾ ഡോക്ടർമാർ എഴുതി തള്ളിയെങ്കിൽ നമ്മൾ വീണ്ടും ട്രീറ്റ് ചെയ്ത് മരിക്കുന്നത് 3 ദിവസം മുമ്പ് വരെ അമ്മമ്മ സംസാരിച്ചിരുന്നു. പിന്നെ അമ്മമ്മയുടെ സംസാരം കണ്ണ് തുറക്കലൊക്കെ നിന്നത്. അതുപോലെ അമ്മമ്മ ഒരു 3-4 ദിവസം മുമ്പ് മുതൽ അതായത് ബാത്റൂമിൽ പോയല്ല, അവിടെ കടന്നിട്ട് ഡയപ്പറിൽ പോയിരുന്നതൊക്കെ ബ്ലഡായിരുന്നു. മലം ഫുള്ള് ബ്ലഡാണ് പോയിരുന്നത്. 3-4 ദിവസം അമ്മമ്മേൻ്റെ ശരീരമൊക്കെ കറുത്ത് അതൊക്കെ ആയിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞാലും മരണത്തിന് ശേഷം അമ്മമ്മേനെ കുളിച്ചപ്പോൾ അമ്മമ്മയുടെ മുഖമൊക്കെ പ്രകാശം തെളിഞ്ഞ് നിൽക്കുന്നത് പോലെ അല്ലേ, വെളുത്ത് തൊടുത്ത് നിൽക്കണ പോലെയായിരുന്നു. പിന്നെ അപ്പോൾ മമ്മനെ ഇവിടെ ദുനിയാവിൽ നിന്ന് തന്നെ ആഹൃതക്ക് വേണ്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്മമ്മ മരിക്കുന്നത് മുമ്പേ, കുറച്ച് കാലം മുമ്പ് തന്നെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ മമ്മയും കൂടി എനിക്ക് പൈസ ഏൽപ്പിച്ചിരുന്നു. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇമ്മമ്മയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്മമ്മ എങ്ങനെ വെച്ചാൽ ഇവിടെ വന്നവർക്ക് അറിയാം, ഒരു നേരത്തെ ആഹാരം ഇവിടെ നിന്ന് കൊടുക്കാതെ അമ്മമ്മ വിടൂല. അത്രയും
പറയും ഭക്ഷണം കുഴിച്ചിട്ടു, അല്ലെങ്കിൽ ഉമ്മമ്മ തിന്നാൻ അതിന്ന് കൊടുക്കും, വാരി വരെ കൊടുക്കും. അപ്പം ഉമ്മമ്മ എന്നോട് പറഞ്ഞത്, ഒരു മനുഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാലും മൗലൂദ് നടത്തേണ്ട, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, ജെസ്സിൻ്റെ പരിപാടികൾ നടത്തിയ പോലെ ഇതെല്ലാം ചെയ്യുന്ന അറിയാം, അതൊക്കെ നടത്താന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസ വരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ പിന്നെ കൊണ്ട് തന്നെ എല്ലാ പരിപാടികളും നടത്താൻ കഴിഞ്ഞു. അതുപോലെ ഫുള്ളായിട്ടില്ലെങ്കിലും പക്ഷെ എന്നാലും അമ്മ എല്ലാം കഴിഞ്ഞു നമ്മൾക്ക് ഏൽപ്പിച്ചു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരു നേരത്തെ ഉറക്കം പോലും ഒരാളത് പോയിട്ടില്ല. എല്ലാവരും ഉമ്മയും എല്ലാവരും ഇവിടെ കിടക്കും, പക്ഷെ അമ്മമ്മ രാത്രി ഒരു ഒച്ച പോലും ഉണ്ടാക്കില്ല. ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ, ഒരാളെ ഇടങ്ങാറാക്കാതെയാണ് പോയത്. ഒരാളെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങൾ വീട്ടിലെ ചെറുപ്പം മുതലേ എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും പിന്നെ എല്ലാവർക്കും ചെറുപ്പം മുതലേ ഞങ്ങൾ വളർത്തിയതൊക്കെ ഉമ്മ പണിക്ക് പോകും, പിന്നെ അമ്മമാരുടെ അടുത്ത് ഞങ്ങളെല്ലാവരും നിൽക്കുക. അപ്പോൾ ഉമ്മമാരുടെ വലിയ ബോണ്ടായിരുന്നു. കാരണം ഉമ്മ പണിക്കുപോയാലും ഞങ്ങൾ നോക്കി എന്നൊക്കെ ഉമ്മമ്മയായിരുന്നു. അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും ഞാശിക്കേ ഈ വെയ്യാണ്ട് അടക്കുമ്പോൾ പോലും എല്ലാവരും മറന്ന സമയത്ത് പോലും ഇന്നെ മറന്നിട്ടില്ല. അതുപോലെ പെട്ടെന്ന് ഓർമ്മ പോയി നിൽക്കുക, പെട്ടെന്ന് തന്നെ കടക്കെ കണ്ണോർന്നിട്ട് ആശിക്കുന്നൊരു വിളിയാണ് അതുപോലെ എത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ മറവി ഇത് ജെസ്സിൻ്റെ ഖബറിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ എപ്പോഴും നമുക്ക് 2 ഖബറുകൾക്കും എപ്പോഴും ചെയ്യാം. അമ്മ പറഞ്ഞ മതി എല്ലാ വെള്ളിയാഴ്ച എല്ലാ ദിവസവും എന്നൊക്കെ വരുന്ന അതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എന്നും എൻ്റെ ഖബറിങ്ങ വരണമെന്ന് അമ്മമാൻ്റെ ഓർഡർ. അതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ മൗലൂദും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാളെ പോലും വാക്കുകൊണ്ടോ ഒന്നും നോവിക്കാത്തൊരു ആളെന്നും എൻ്റെ അമ്മമ്മ. അപ്പോൾ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ വീട്ടിൻ്റെ ഒരു വിളക്ക്. കാരണം ഈ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ വയസ്സുള്ള കാരണവർ എന്നുള്ള രീതി അമ്മമ്മേൻ്റെ ആയിരുന്നു ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നിരുന്നു, എല്ലാവരും. പിന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ കുട്ടികളെ ഊതാനൊക്കെ ഇവിടെ കൊടുത്തിരുന്നു. പിന്നെ വെയ്യാണ്ടായിട്ടൊക്കെ നിർത്തിയിരുന്നത് വാവിൻ്റെ ഏടും മറ്റേ ഓരോ ദിനൊക്കെ നമ്മൾ ഊതി കൊടുത്തിരുന്നു. ഒരാളോട് ഓരോ വെറുപ്പിൽ ഒരാളെ കുറ്റം പറയില്ല, എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ, നന്മകളെടുത്ത് പറയല്ല, പക്ഷെ വിഷമം കൊണ്ടേ. അപ്പം അമ്മ ഓതിയാണ് എല്ലാവരും തുറക്കാൻ പറഞ്ഞോളി. എല്ലാവരും എൻ്റെ ഉമ്മാക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അത്രയും വേദന സഹിച്ചിട്ടാണ് ഇരിക്കണം. കുറച്ച് കാലമായിട്ടുള്ളൂ പിന്നെ ഇപ്പോഴും അറിയാൻ തുടങ്ങി. പക്ഷെ ഇവൾക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല. അപ്പം നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ആകെ കുറച്ചല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്, പക്ഷെ അത്രയും അടുത്തു. ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എപ്പോഴും ഉമ്മമാക്കൊരു കൂട്ട് എപ്പോഴും ഇമ്പോഴായതുകൊണ്ട് ഭയങ്കര സുഹൃത്തും തുണക്കാരെ പോലെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് രണ്ടാക്കുവാണെങ്കിലും പറ്റുന്നില്ല. കാരണം നമ്മൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ആ കട്ടുമൊക്കെ നോക്കിയ ഭയങ്കര കട്ടുമ്മ കിടക്കുക. പിന്നെ അമ്മമാൻ്റെ ഒരു സംസാരമുണ്ട്, എൻ്റെ കുട്ടിയല്ലേ ഇത് എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. അതുപോലെ ഞാൻ എങ്ങോട്ടേലും പോയാൽ എൻ്റെ അടുത്തേക്ക് വരും, എന്തിന് ചോദിക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒരാൾ നഷ്ടപ്പെടുമ്പോ ഭയങ്കര വേദനയൊക്കെ. വീട്ടിൽ പോകുമ്പോ പറ്റൂല, ഇഷ്ടല്ല ഞാൻ വീട്ടിൽ പോണത്. പിന്നെ എല്ലാരും പറയണ മാതിരി ഇത്ര വയസ്സായില്ലെന്ന് വെച്ചാൽ അമ്മക്ക് വയസ്സിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. ഈ അസുഖത്തിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഈ അസുഖം വന്നിലാണ് പുറത്തുമുട്ടത്. ഭയങ്കര ഈ അസുഖം കൊണ്ട് തന്നെ ഞങ്ങളെ കുടുംബത്തിൽ ഇപ്പൊ നമുക്ക് 2ാമത്തെ ആളാണ് ഈ അസുഖത്തിൽ നഷ്ടപ്പെടുന്നത്. എന്തായാലും പഠിച്ചു ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ഒരാൾക്കും കൊടുക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അത് ഭയങ്കര വേദനയാണ്. ഉമ്മമാക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയിരുന്നില്ല, അത്രയും വേദന സഹിച്ചു. നമ്മളെ കൊണ്ട് കഴിയുന്ന മരുന്നൊക്കെ വയറൊക്കെ എല്ലാം വീർത്തിയിരുന്നു. ഇവരൊക്കെ ശരീരം മൊത്തം മഞ്ഞായിരുന്നു. മഞ്ഞെന്ന് പറഞ്ഞാൽ ബിൽറൂബിൻ കൂടുമ്പോഴും അങ്ങനെ മഞ്ഞപ്പിത്തം പോലെയൊക്കെ എന്താ വെച്ചാൽ അത് പകർച്ച എന്ന മഞ്ഞപ്പിത്തമല്ല, ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള നിർത്തൽ കൊണ്ടുള്ളൊക്കെ മഞ്ഞപ്പിത്തമാണ് വരുന്നത്. അതുപോലെ ബ്ലഡ് പോണതൊക്കെ അതുകൊണ്ടായിരുന്നു. പിത്തസഞ്ചി, ലിവർ, കിഡ്നി ഇതിലൊക്കെ ബാധിച്ചു. ഭയങ്കര വേദന തിന്നിട്ടാണ് ഇതായത്. എന്തായാലും ഉമ്മ ഉണ്ട് ഇവിടെ,
പിന്നെ എല്ലാവരും വരും വൈകുന്നേരം മൗലൂദ് ഓതാൻ വരലുണ്ട്. ഇപ്പോൾ അസർക്ക് ശേഷമാണ് 7 വരെ നല്ല രീതിയിൽ നടത്തി. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ എല്ലാവരും മമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ദിക്റുകളാണെങ്കിലും ഫാത്തിഹയാണെങ്കിലും ഇഖ്ലാസാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക.